ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ഒപ്പീനിയൻ ചോദിക്കാൻ പോകുന്നത്, ആൾക്കാരുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പോകുന്നത് ഈ ഒരു മാസ്റ്റർ ഓഫ് ടോർക്ക്. ഇതിൻ്റെ ഒരു ഒപ്പീനിയനാണ് നമ്മൾ ഇന്ന് മറ്റുള്ളവരോടായാലും ഇപ്പം എൻ്റെ കുറച്ച് ഒപ്പീനിയൻ കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. വെച്ചാൽ ഈ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്ര ദൂരം ഓടിച്ചിട്ട് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ ഒന്നും ഓടിച്ചിട്ടൊന്നുമില്ല, കുറച്ച് ഓടിച്ചുള്ളൂ, വളരെ കുറവ്. എന്നാലും വളരെ കുറവ് ഓടിച്ചിട്ട്, ചുരുക്കം ഓടിച്ചിട്ട് എനിക്കുണ്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊരു ഒപ്പീനിയൻ. ഈ ഒരു വണ്ടിയുടെ ഞാൻ ഒരു 3 ക്വസ്റ്റ്യൻസ് ഞാൻ ക്യാരി ചെയ്തിട്ടുണ്ട്. അപ്പം അത് ചോദിച്ചിട്ടാണ് അതാണ് ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്, ചോദിക്കാൻ പോകുന്നത്. അപ്പം സ്ട്രേഞ്ചേഴ്സാണ്, എന്ത് പറയുമെന്നുള്ളത് ലാസ്റ്റ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിയില്ല അവരെന്ത് പറയും, എന്തോ പിന്നെയാണ് പറയുക. വെച്ചാൽ കറൻ്റ് ലാസ്റ്റ് വീഡിയോയിൽ ഞാനൊരു ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ആരും മുമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ഒരു 3 ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ആ ഒരു 3 ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, എന്നാൽ ചെറിയ ക്വസ്റ്റ്യൻസ്, വണ്ടിയുടെ ലുക്കിനെ പറ്റിയും മൈലേജിനെ പറ്റിയും ജസ്റ്റ് ഒരു ട്രാവലിങ്ങിനെ പറ്റിയും ജസ്റ്റ് ഒരു കുറച്ച് ഒപ്പീനിയൻ ആയിട്ടാണ് പോകുന്നത്. നമുക്ക് ആ ഒരു ഒപ്പീനിയൻസ് എന്തായാലും നമ്മുടേത് മാത്രമായിട്ടല്ല, മറ്റുള്ളവരെയും നമുക്ക് ജസ്റ്റ് ചോദിച്ചറിയാൻ വേണ്ടി മാത്രം. വേറെ ഒന്നുമില്ല, ഈ ഒരു വണ്ടിയുടെ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഈ ഒരു വണ്ടിയുടെ ബാക്ക് സീറ്റ് മീൻസ് പില്ലൻ സീറ്റ്, ബാക്ക് റൈഡ് എനിക്ക് വളരെ കംഫർട്ട് കുറവായിട്ടാണ് തോന്നിയത്. ആ ഒരു നെഗറ്റീവ് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് കാര്യം പോലും എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു മൈന്യൂട്ട് നെഗറ്റീവ് കാര്യം പോലും പറയാനില്ല. ബാക്കി എല്ലാം പ്ലസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. വെച്ചാൽ ഇതൊരു BS4 ആണ്. ഈ ഒരു വണ്ടിക്ക് എന്താ പറയുക, BS4 വണ്ടി ഇറങ്ങിയ ടൈമിൽ 150cc സ്ലിപ്പർ ക്ലച്ച് അടക്കം വരുന്നൊരു വണ്ടി, ഈ ഒരു മാസ്റ്റർ ഓഫ് ടോർക്ക് MT ആണ് ഫസ്റ്റ് വണ്ടി ഇറങ്ങിയെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ, എൻ്റെ ഒപ്പീനിയനാണത്. വേറെ ഏതെങ്കിലും വണ്ടിയിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. MTയിൽ ഒരു 150cc ഈ ഒരു വണ്ടിക്ക് സ്ലിപ്പർ ക്ലച്ച് വന്നതിൽ വളരെ കുറേ ഉപകാരങ്ങളുണ്ടായിട്ടുണ്ട്. അധികം നമുക്ക് റഫായിട്ട് ഗിയർ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എന്താ പറയുക, നമ്മൾ ചവിട്ടി പിടിച്ചുകൊണ്ട് ഗിയറുമ്പോൾ പോകേണ്ട ഒരു ആവശ്യമൊന്നും ഈ ഒരു വണ്ടിയുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ഗിയർ ഷിഫ്റ്റിങ് കാര്യങ്ങളും പക്കയായിട്ട് തന്നെ ഈ ഒരു വണ്ടിയിൽ നടക്കും. ഇത് കുറേ ലോങ് പോകുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്രശ്നം. ഷോർട്ട് റൈഡിലൊന്നും ഈ ഒരു സീറ്റിന് കംഫർട്ട് കുറവോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ചെറിയ രീതിയിൽ മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇരിക്കണതിൻ്റെ ഒരു കംഫർട്ട് കുറച്ച് കുറവുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ഒരു സാധനം കുറച്ചും കൂടി മേലെ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. പക്ഷെ കുറച്ചുകൂടി മേലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലെഗ് ഉണ്ടല്ലോ, അത് ഇരിക്കുന്ന പൊസിഷൻ്റെ അവിടേക്ക് തന്നെ ആയിട്ട് മാറും, റൈഡിങ് പൊസിഷൻ്റെ അടുത്തേക്ക്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗുഡ് ക്വാളിറ്റീസ് തോന്നി. എൻ്റെ വെച്ചാൽ വേറൊരു മൈന്യൂട്ട് കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടും പെട്ടെന്നൊരു മിസ്റ്റേക്ക് വേണ്ടി വെച്ചാൽ ഓൾറെഡി ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചിട്ട് പെട്ടെന്ന് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഇത് രണ്ടും വളരെയധികം മിസ്റ്റേക്കാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ മിസ്റ്റേക്സ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ജസ്റ്റ് കുറച്ചൊന്നും ഓടിച്ച് അഡ്ജസ്റ്റബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ വണ്ടി കയ്യിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്കൊരു വിഷയമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തായാലും പറയാം. പിന്നെ മറ്റുള്ളവരെന്ത് പറയുന്നുള്ളത് നമുക്കറിയില്ല, എന്നാലും നമുക്ക് എന്തായാലും ആരെങ്കിലും കിട്ടുമെന്ന് നമുക്ക് റൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, റൈഡ് ചെയ്ത് മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് നമുക്ക് കളക്ട് ചെയ്യാം. ഒപ്പീനിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സാണ്. വളരെ ഒരു 3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ അതിൽ ചിന്തിച്ചിട്ടുള്ളൂ. മൈലേജിനെ പറ്റിയിട്ടും പവറിനെ പറ്റിയൊരു ഐഡിയ എന്താണ്? ഒരു മൈലേജിൻ്റെ ഒരു 50-55 ആ ഒരു റേഞ്ച് കിട്ടുന്നുണ്ട്. പവറിൻ്റെ കാര്യത്തിൽ യമഹേനെ പറ്റി എന്താ അഭിപ്രായം? ഏത് വണ്ടി ഇഷ്ടം? വണ്ടിയെ പറ്റി എന്താ അഭിപ്രായം? കണ്ടുണ്ടോ ഈ വണ്ടി? കണ്ടുണ്ടോ? എന്ത് വണ്ടിയുടെ പേര്? ഏത് കമ്പനിയാണെന്ന് അറിയോ? ഓക്കെ, അപ്പോൾ ഓക്കെ റഫ് നേഷൻ. ഓക്കെ, അപ്പോൾ ഓക്കെ താങ്ക് യു. കുഴപ്പമില്ല, കയറി വരുള്ളൂ.
തരണ്ടേ എനിക്ക് വേണ്ടി? ഈ ഒരു വണ്ടീനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഒരു ഏകദേശം ഒരു മൈലേജ് എത്രത്തോളം കിട്ടുന്നുണ്ടാവും? 40-45. ആ ഒരു റേഞ്ചല്ലേ? ഇതൊരു ലോങ് ടൂർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇതൊരു ലോങ് ടൂർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാന്ന് തോന്നുന്നുണ്ടോ? കാരണം ഓക്കെ. വണ്ടി കാണാൻ എങ്ങനെയുണ്ട്? യമഹ ഇഷ്ടമാണോ? യമഹ ഫാൻസ് ആണല്ലേ? ഓക്കെ. അപ്പോൾ ശരി എന്നാ, താങ്ക്സ്. റെസ്പോൺസ് താങ്ക്സ്. ഓക്കെ പോട്ടെ. ഓക്കെ ഗായ്സ്, അടുത്ത വീഡിയോ തന്നെയായിരിക്കും. മാസ്റ്റർ ടോക്കിന് നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് പറയാണ് മാസ്റ്റർ ടോക്ക് ബൈ. അപ്പം അടുത്ത വീഡിയോ തന്നെയായിരിക്കും. സീൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.